ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 10:17. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരത്തിന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ കേട്ട തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ തിരുലിഖിതമാണ്. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയെ ആദരിക്കുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷയെ ബഹുമാനിക്കുമ്പോൾ, ഒരു പരിശുദ്ധാത്മ പ്രവർത്തനമുള്ള തിരുസഭയോട് ചേർന്ന് നമ്മൾ അതിൽ സംബന്ധിക്കുമ്പോൾ ആ വ്യക്തി അറിയാതെ ജീവനിലേക്കുള്ളൊരു പാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു പോക്കറ്റ് റോഡിൽ കൂടി നിന്ന് വണ്ടി അറിയാതെ തന്നെ നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ജീവന്റെ പാതയിലേക്ക് അവൻ അറിയാതെ പ്രവേശിക്കും, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. പറഞ്ഞ പറയാം ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ അങ്ങനെ പാതയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ദൈവവചന ശുശ്രൂഷയെ ആദരിച്ച് ബഹുമാനപൂർവ്വം അതിനെ സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ജീവന്റെ പാതയിലേക്ക് പ്രവേശിച്ച ഒരു ദൈവ പൈതലിന്റെ അനുഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം ആ വ്യക്തി എഴുതിയിരിക്കുന്ന സാക്ഷ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ പേര് വിമല ആന്റണി. കർണാടകയാണ് സ്ഥലം. ഞാൻ എന്നത് ബാംഗ്ലൂരിൽ നിന്നുമാണ്. എനിക്ക് 6 വർഷം മുമ്പ് 2 ബ്രസ്റ്റിലും മുഴ വന്നു. 2ഉം ഓപ്പറേഷൻ ചെയ്ത്. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. സ്കാൻ ചെയ്തപ്പോൾ 2 ബ്രസ്റ്റിലും വീണ്ടും മുഴകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മനസ്സിന് ഒരുപാട് വേദനയായി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കൂടാതെ മരുന്നും ടെസ്റ്റ് ചെയ്യലുമായി 3-4 വർഷക്കാലം നടന്നു. ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ഇരിക്കും വീണ്ടും കഴിഞ്ഞ നവംബർ മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ ആ മുഴകൾ ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് റിപ്പോർട്ട് പ്രകാരം ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ചില സുഹൃത്തുക്കൾ മുഖേന ഞാൻ കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി മുതൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ചൊരു ധ്യാനം കൂടാൻ ഇടയായി. ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം എൻ്റെ മനസ്സിന് ഒരു തരം മടുപ്പായിരുന്നു. 2ാം ദിവസം മുതൽ എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ തോന്നി. ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം അച്ഛൻ രോഗസൗഖ്യം വിളിച്ച് പറയുമ്പോൾ എനിക്കും ഇതുപോലെ കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അതിനിടയിൽ അഭിഷേക പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആരോ എൻ്റെ പുറത്ത് തട്ടുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എന്നെ സ്പർശിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന് എനിക്ക് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ ധ്യാനം കഴിഞ്ഞ് ഉടനെ സ്കാൻ ചെയ്താലോ എന്ന് എനിക്ക് തോന്നി. കാരണം സ്കാൻ ചെയ്താലേ സാക്ഷ്യപ്പെടുത്താൻ പറ്റുള്ളല്ലോ. അതിനാൽ ഞാൻ ചെന്ന് വീണ്ടും സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ട് അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ശരീരത്തിന് 2 മുഴകളും പരിപൂർണമായി അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ ഫോട്ടോ എല്ലാം വെച്ച് സാക്ഷ്യം കൊണ്ട് എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രബോധനത്തെ ആദരിക്കുന്നവൻ, വചനത്തെ ആദരിക്കുന്നവൻ, ആത്മവിശ്വാസത്തെ ബഹുമാനിക്കുന്നവൻ, അവൻ ജീവനിലേക്കുള്ള പാതയിലേക്ക് അവൻ അറിയാതെ പ്രവേശിച്ചു തുടങ്ങും എന്നാണ് പരിശുദ്ധാത്മ വചനങ്ങളുടെ വെളിപ്പെടുത്തുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീ പ്രാർത്ഥിച്ചതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള സന്ദേശങ്ങൾ, ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, എനിക്കും ഇതുപോലെ ഒന്ന് സംഭവിക്കണമേ. എന്നിട്ട് അങ്ങ് വിശ്വസിച്ചു, അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്ക് ആമുഖമായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നല്ല ഉണർവോടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. പ്രബോധനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ജീവനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് വചനം പഠിപ്പിക്കുകയാണ്. രോഗമുള്ള ശരീരത്തിൽ ജീവൻ വരും, തലച്ചുള്ള ശരീരത്തിൽ ജീവൻ വരും, ആത്മാവ് അന്യഭവിച്ചിരിക്കുന്ന മേഖലയിൽ ജീവൻ പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തടസ്സങ്ങൾ മൂലം വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന സാമ്പത്തികമാകട്ടെ, കൃഷിയാകട്ടെ, ഏത് മേഖല അവിടെ ജീവൻ പ്രാപിക്കുമെന്ന വചനം വെളിപ്പെടുത്തുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്. ഈ സെഹിയോൻ വചന കൂടാരത്തിലിരുന്ന് ഒരുപാട്
വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുസഭ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകമെമ്പാടും അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ജീവൻ നഷ്ടപ്പെട്ട് കർത്താവ് പുതുനാമ്പുകളില്ലാതെ കരിഞ്ഞിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ ഇപ്പോൾ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പുതുമഴ പെയ്യുമ്പോൾ സസ്യങ്ങൾ വീണ്ടും പുതുനാമ്പ് പുറപ്പെടുവിക്കുന്നത് പോലെ ഇപ്പോൾ മുരടിച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ മഴയായി പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേക അഗ്നിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, തളർന്ന ശരീരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, തളർന്ന മനസ്സ് ശക്തി പ്രാപിക്കട്ടെ, തളർന്ന ആത്മാവ് ജീവൻ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, പല വിധത്തിലുള്ള ഞെരുക്കങ്ങളിലും ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളും കടന്നുപോയി കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഹൃദയ കനീഭവിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ വചനശക്തിയെ ജീവൻ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കർത്താവെ, അവിടുത്തെ വചനം ആത്മാവും ജീവനുമാണെന്ന വചനം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ അയച്ചു പ്രാർത്ഥിക്കുന്നു. ജീവൻ പ്രാപിക്കട്ടെ കർത്താവെ, ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിന്റെ അമ്മയായ പ്രിയപ്പെട്ട അമ്മ, പരിശുദ്ധ അമ്മ, അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഉറക്കച്ചല്ല, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വ്യർത്ഥതയ്ക്ക് വേണ്ടി ദൈവമഹത്വം കൈവെടിയരുത്. അതൊരു വചനമാണ്. വ്യർത്ഥതയ്ക്ക് വേണ്ടി ദൈവമഹത്വം കൈവെടിയരുത്. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, നിന്നെ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിന് ദൈവം കൊടുത്തൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നു, അതേസമയം ഒരു വംശത്തെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയോട് എന്നതുപോലെ, ഒരു സമൂഹത്തോട് എന്നതുപോലെ കർത്താവ് പറയാണ്, ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും, നിന്നിൽ ദൈവം മഹത്വം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് വലിയൊരു ആഗ്രഹമാണ് ദൈവമക്കളിൽ മഹത്വം പ്രാപിക്കുക, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മഹത്വം പ്രാപിക്കുക, ദൈവം ഉയർത്തിയവരിൽ മഹത്വം പ്രാപിക്കുക. ഇത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്, ദൈവത്തിന്റെ വലിയൊരു ഇഷ്ടം, ദൈവം ഇഷ്ടത്തോടെ വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുടെ മക്കൾ നല്ല നിലയിൽ വളർന്ന് ആ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു വലിയ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മക്കളിൽ അവർ പ്രത്യേക രീതിയിൽ മഹത്വം പ്രാപിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചാണ്, എൻ്റെ മകനാണ്, എൻ്റെ കുട്ടിയാണ്, അവൻ നല്ല കാര്യങ്ങൾ ചെയ്ത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷ ആനന്ദമുണ്ട്. വാസ്തവത്തിൽ ഈ മക്കളുടെ മാതാപിതാക്കളാണ് മഹത്വം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായി ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരിലും ദൈവമാണ് മഹത്വം പ്രാപിക്കേണ്ടത്. അങ്ങനെ ദൈവം നമ്മുടെ ഉള്ളിൽ മഹത്വം പ്രാപിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയാവോ? ചുറ്റുമുള്ള ഒരുപാട് ജനതകൾ നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. 6-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് വചനം വെളിപ്പെടുന്നത്. യാക്കോബിന്റെ ഗോത്രങ്ങൾ ഉയർത്താനും ഇസ്രായേൽ അവശേഷിപ്പിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ നിസ്സാരമായൊരു കാര്യമാണ്. എന്റെ രക്ഷ ലോകാതിർത്തി എത്തുന്നതിന് ഞാൻ നിന്റെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എന്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. ദൈവം എന്നെ ആദരിച്ച് ദൈവം തന്റെ മഹത്വം എനിക്ക് നൽകിയത് കൊണ്ട് ഒരുപാട് ആളുകൾ എന്റെ ചുറ്റും ഒരുമിച്ച് കൂടി എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഇതേ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ 55:5 നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ.
ദൈവമായ കർത്താവ് നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മഹത്വം നിന്നിലേക്ക് ആവസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവം നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നീ അറിയാത്ത ഒരുപാട് ജനതകൾ നിന്നെ കുറിച്ച് കേട്ട് നിന്റെ അടുക്കൽ വരും. നീ അറിയാത്ത, നീ കേട്ടിട്ടില്ലാത്ത ദേശത്തെ ആളുകളെ നീ വിളിച്ചു കൂട്ടും. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ലത്. ദൈവം തന്റെ മഹത്വം നമ്മൾ ചൊരിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാ ഹല്ലേലൂയ. സന്ദർഭം പറയാം ഹാലേലൂയ. എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു വൈദികനായിരിക്കാം, നീ ഇപ്പോൾ ഒരു സമർപ്പിതയായിരിക്കാം, നീ ഇപ്പോൾ ഒരു വചന ശുശ്രൂഷകനായിരിക്കാം, ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ അനേക ജനതകള് നിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക പൊസിഷനിലായിട്ട് ഇരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ദൈവം തന്റെ മഹത്വം നിന്നിൽ ചൊരിഞ്ഞ് നിന്നെ ഉയർത്തിയിരിക്കുന്നുണ്ടാണത്. ഹല്ലേലൂയ. ഇതേ കാര്യം തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. കർത്താവായ ദൈവം ഒരു രാജാവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അവന് ഒരു നബൂഖദ്നേസർ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനപദങ്ങളും ജനതകളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ച്. അവർക്ക് പറയാം ഹല്ലേലൂയ. സന്തോഷത്തിൽ പറയാം ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഇവിടുത്തെ അനുഭവം ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഈ സഖിയും ധ്യാനികത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ വട്ടാലച്ചന്റെ കാര്യം ഓർക്കാണ്. വട്ടാലച്ചൻ ഏത് ദേശത്ത് ചെന്നാലും അവിടെ ജനതകൾ ഒരുമിച്ച് കൂടും. അച്ഛൻ ഏത് രാജ്യത്ത് ചെന്നാലും അച്ഛൻ അറിയാത്ത ജനതകൾ അച്ഛന് ചുറ്റും ഒരുമിച്ച് കൂടും. കാരണം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ഛന് തന്റെ മഹത്വം കൊടുത്ത് ഉയർത്തിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു മഹത്വം ഉണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ ഈ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക മഹത്വം ഉണ്ടല്ലോ, ഒരു വെള്ള വസ്ത്രം പോലെ ഒരു പ്രത്യേക സംഗതിയാണത്. ആ മഹത്വം എന്ന് പറയുന്നത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഈ നിന്നിലുള്ള ഈ മഹത്വം ഉണ്ടല്ലോ, ദൈവ മഹത്വം ദർശിക്കാൻ ഇടവരുത്തുന്നതാണ്. പറയാ ഹല്ലേലൂയ. കാരണം എന്താ? ആ ദൈവമാണ് നിത്യമഹത്വം. ആ മഹത്വത്തിന്റെ ഒരു പങ്ക് നിനക്ക് തന്നിരിക്കുകയാണ്. അത് നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:55. അവിടെ കാണുന്നത് എങ്ങനെയാണ്? വിശുദ്ധ സ്റ്റീഫനെ, എസ്തബാനോസിനെ ശത്രുക്കൾ വന്ന് കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയം എസ്തബാനോസിന്റെ പ്രത്യേകത എന്താ? ദൈവം പറഞ്ഞത് പ്രകാരം, ദൈവവചന പ്രകാരം മറ്റാരുടെയും പ്രീതി നോക്കാതെ ജീവിച്ചു. എന്താണ് സംഭവിച്ചത്? 55-ാമത്തെ ലിഖിതം. അങ്ങനെ കല്ലുകൊണ്ട് ഏറുകൊണ്ട് കിടക്കുമ്പോൾ എസ്തബാനോസ് കാണുന്നത് എങ്ങനെയാണ്? അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവൻ ദർശിച്ചു. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതുകൊണ്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു മഹത്വം ഉണ്ടല്ലോ, ദൈവത്തിന്റെ മഹത്വത്തിന് ചെറിയൊരു അംശമാണ് നൽകിയിരിക്കുന്നത്. ആ മഹത്വം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? നിന്നെ ദൈവമഹത്വം ദർശിക്കാൻ ഇടവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ ഈ ദൈവമഹത്വത്തിലേക്ക് നിന്നെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് പറയാം ഹാലേലൂയ. സന്ദർഭം പറയാം ഹാലേലൂയ. ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിലുള്ള വചനമുണ്ട്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ ലിഖിതം. അവിടെ യേശു രൂപാന്തരപ്പെടുന്ന സമയമാണ്. യേശുവിന്റെ ആ രൂപാന്തരീകരണം നടക്കുമ്പോൾ അവിടെ പത്രോസും മറ്റു സ്ത്രീകന്മാരും 3 ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് അവര് കാണുന്നത് എന്താണെന്നറിയോ? അപ്പോൾ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഏലിയായും മോശയും ഈ ഭൂമിയിൽ കർത്താവ് കൊടുത്ത മഹത്വം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഏലിയാട് ചുറ്റും ഒരുപാട് ജനം ഒരുമിച്ച് കൂടി. മോശ ഒരു ജനതയുടെ അടിമനായിട്ട് മാറി, നേതൃത്വമായിട്ട് മാറി. എന്നിട്ട് എന്താ സംഭവിച്ചു? അവരെല്ലാം ഈ ദൈവമഹത്വത്തോട് കൂടി ജീവിച്ച് അവസാനം ആ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പങ്കുചേർന്നു. അതുകൊണ്ടാണ് പത്രോസും ബാക്കി സ്ത്രീകന്മാരും കണ്ടത് അവർ മഹത്വത്തോടെ പ്രശോഭിക്കുന്ന കാണാൻ ഇട വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു മഹത്വം നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഞാൻ സൂചിപ്പിച്ചു. അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനപദങ്ങളും എല്ലാ ഭാഷക്കാരും അവന് മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? 20-ാമത്തെ തിരുലിഖിതം. എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി. അവന് ദൈവമഹത്വം നഷ്ടപ്പെട്ടു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകിയ ഒരു പ്രത്യേക മഹത്വം മൂലമാണ് താൻ ഉയർത്തപ്പെട്ടതെന്ന് തിരിച്ചറിയാതെ ആ ഗർവോടെ അവൻ പെരുമാറി കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? അവന് ദൈവമഹത്വം നഷ്ടപ്പെട്ടു, തവിട്ട് പൊടിയെ താഴെ വീണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിനക്ക് കിട്ടിയ ദൈവമഹത്വം നീ നഷ്ടപ്പെടുത്തരുത്. ഈ ദൈവമഹത്വം നിസ്സാരമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയൊരു വേദനയുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ജെറമ്യാ 2:11 ദൈവത്തിന്റെ വലിയ ഒരു വേദന കൊടുത്തിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ വേദന എന്നറിയോ? ജെറമ്യാ 2:11 ഇപ്രകാരം പഠിപ്പിക്കുന്നു: എന്നാൽ എന്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി എന്റെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ദൈവമഹത്വം നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ദൈവമഹത്വമാണ് നിന്നെ ഉയർത്തിയത്. അതുകൊണ്ട് ഈ ദൈവമഹത്വം നിനക്ക് നഷ്ടപ്പെടും, നീ താഴ്ത്തപ്പെടും. അതുകൊണ്ട് മഹത്വം കൈവടിയരുത്. ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തന്റെ മഹത്വം കൈവടിച്ച് കളഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയൊരു വിലാപമാണ്. അതാണ് റോമാലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ ലിഖിതം. റോമാ 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നീ ഒരു കുഞ്ഞ് പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിന്നിലുള്ള ദൈവത്തിന്റെ മഹത്വമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്നുള്ള ദൈവമഹത്വമാണ് നഷ്ടപ്പെടുത്തോണ്ടിരിക്കുന്നത്. ഒരു വ്യർത്ഥ ഭാഷ നടത്തുമ്പോ, ഒരു ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് പോകുമ്പോ, നീ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? നിന്റെ മഹത്വമാണ് നഷ്ടപ്പെടുത്തോണ്ടിരിക്കുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്ത് ദൈവമഹത്വം നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം പാപത്തിന്റെ സാന്നിധ്യം ദൈവമഹത്വം സാധ്യമല്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ യേശയ്യാ 48 രേഖപ്പെടുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ പാപം ചെയ്ത് കളങ്കമായി ജീവിച്ചത് കൊണ്ട് ദൈവം തന്റെ മഹത്വം കൊടുക്കില്ല എന്നാണ് പറയുന്നത്. യേശയ്യാ 48:11 എന്റെ നാമം എങ്ങനെ കളങ്കിതമാകും? ഞാൻ എന്റെ മഹത്വം ആർക്കും നൽകുകയില്ല. പാപം ചെയ്ത ജനതയ്ക്ക്, പാപം ചെയ്ത ഇസ്രായേലിന്, പാപം ചെയ്ത യാക്കോബിന് മഹത്വം കൊടുക്കാൻ പറ്റില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വ്യക്തമായിട്ട് നൽകുന്ന ഒരു സൂചനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവചനം: മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വസിക്കുക? എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം മനസ്സിലാക്കണം. വ്യർത്ഥതയ്ക്ക് വേണ്ടി ദൈവം തരുന്ന മഹത്വം കൈവടിയരുത്. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരിച്ചു കിട്ടില്ല. സോളമൻ എന്താ സംഭവിച്ചത്? ദാവീദിന് എന്താ സംഭവിച്ചത്? സാംസൺ എന്താ സംഭവിച്ചത്? അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ വ്യർത്ഥതയ്ക്ക് വേണ്ടി മഹത്വം കൈവടിഞ്ഞു, തകർന്നു തരിപ്പണമായി പോയില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന മഹത്വത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് നിനക്ക് ദൈവമഹത്വം ദർശിക്കാൻ വേണ്ടി ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് തന്നതാണത്. നിനക്ക് സ്വന്തമായിട്ട് തന്നാണത്. അതാണ് നിന്നെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മഹത്വനെ പൂർണ്ണതയിലേക്ക് ഉൾച്ചേർക്കാനിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുനീരോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഓ എന്റെ ദൈവമേ, ഒരുപാട് ജനതകൾ എന്റെ ചുറ്റുമുണ്ട്. ഒരുപാട് തലങ്ങളിൽ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഓ ദൈവമേ, ഞാൻ തിരിച്ചറിയുകയാണ് കർത്താവേ, അവിടുന്ന് എനിക്ക് നൽകിയ ചെറിയ മഹത്വം, അങ്ങയുടെ വലിമയിൽ നിന്ന് നൽകിയ ചെറിയ മഹത്വം, അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കും ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ. പലപ്പോഴും അവിടുത്തെ മഹത്വം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് അനുദപിക്കുകയാണ് കർത്താവ്. ഈ മഹത്വം കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിന്റെ മഹത്വം എത്തിച്ചേരാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്തിയ പരിശുദ്ധമേ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എന്റെ ചിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഹൃദയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മഹത്വത്തിൽ ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾ നൽകണമേ. സ്വർഗത്തിൽ എത്താനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മഹത്വം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ.
Lord Jesus. ശേഷം 17-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ സ്വർഗത്തിൽ അങ്ങയുടെ സന്നിധിയിൽ എന്നെയും മഹത്വപ്പെടുത്തണമേ. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മഹത്വോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, പരിപൂർണ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. വിശുദ്ധിയുള്ള സ്ഥലത്താണ് അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നത്. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൃപയിൽ നിറഞ്ഞ്, വിശുദ്ധിയിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ്, പ്രാർത്ഥനയിൽ വർദ്ധിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. കർത്താവേ, ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, ഓരോ മനസ്സുകളും പ്രാർത്ഥിക്കട്ടെ. കുടുംബം ഒരുമിച്ചിരിക്കുന്നതിന് കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. യാത്രയിലായിരിക്കുന്നപ്പോൾ ഈ ആരാധന സമയത്ത് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാലാഖമാർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ പ്രകടമാകും. കരങ്ങൾ ഉയർത്തി അതിരവും ഹൃദയം തുറന്ന് ഒരുപോലെ കർത്താവിനെ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ മഹത്വം ഇപ്പോൾ ജനതകളുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭൂഖണ്ഡങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ രാജ്യങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ ദേശങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ മഹത്വം പുറപ്പെട്ട് ഇപ്പോൾ കർത്താവേ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുത്തെ മഹത്വത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡനം വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ മഹാപ്രഭാവത്താൽ കർത്താവ് തകർന്നു കിടക്കുന്ന കടബാധയുള്ള പരാജയപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ദൈവമേ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മൂലം, ഭവനമില്ലാത്ത മൂലം, ജോലി ഇല്ലാത്ത മൂലം തടസ്സപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശു ആരാധന. Lord Jesus. എൻ്റെ പേര് ഷിൻഡ. ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ ജനുവരിയിൽ എൻ്റെ സലൈവറി ഗ്ലാൻഡിൽ 1 സെൻറ്റിമീറ്റർ സ്റ്റോൺ ആയിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും തീരെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. അവർ 2 പേരും പറഞ്ഞു, എന്തായാലും ഓപ്പറേഷൻ ഇല്ലാണ്ട് ഈ സംഭവം മാറില്ല, വേറൊരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഭിഷേകാഗ്നി പരിപാടി ശാലോം TV കാണാറുണ്ട്. അമ്മയാണ് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറ് കാണാനായിട്ട്. അമ്മയും ഞാനും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജനുവരി 12-ാം തീയതിക്ക് ശേഷം എന്തായാലും ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു.
ആ 12 ദിവസവും സംസാരിക്കാൻ പോലും പറ്റാതെ ഞാൻ കിടപ്പിലായിരുന്നു. അതിനുശേഷം പ്രാർത്ഥിച്ചു. 12-ാം തീയതി ജൂബിലി മിഷനിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടർ ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിലായിരുന്നു സ്റ്റോൺ കണ്ടിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ സ്കാൻ പോലും ചെയ്തില്ല. വെറുതെ ജസ്റ്റ് ഇവിടെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, കല്ലൊന്നുമില്ല, ഓപ്പറേഷൻ ഒന്നും വേണ്ട. സലൈവറി ഗ്രാന്തി ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലായിട്ട് സംസാരിക്കാൻ പറ്റാതെ, തുപ്പലിറക്കാൻ പറ്റാതെ, ഉമിനീരിറക്കാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അങ്ങനെയൊക്കെ ശാലോ ടി വിയിൽ ഞായറാഴ്ച രാത്രി 8:30 മണിക്കുള്ള അഭിഷേകത്തിന് പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് അമ്മ നിർബന്ധിച്ച് കാണാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത പ്രാവശ്യം ചക്കമ്പന് ചെല്ലുമ്പോൾ കല്ല് അപ്രതീക്ഷയായി കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഹല്ലേലൂയ. നന്നായിട്ട് കൈയടിച്ച് പാട്ട് പാടി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus.